വെൽക്കം ബാക്ക് ടു വൺ വെസ്റ്റർ. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ ഞാൻ അപ്സ്റ്റോക്സിൻ്റെ ഫീച്ചേഴ്സും ചാർജസും അഡ്വാൻറ്റേജസും പിന്നെ ഡിസഡ്വാൻറ്റേജസുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ അപ്സ്റ്റോക്സ് പ്രോയുടെ ഒരു ലൈവ് ഡെമോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് കാണിച്ചു തരാനായിട്ട് ഞാൻ അപ്സ്റ്റോക്സിൻ്റെ മൊബൈൽ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അപ്സ്റ്റോക്സിൻ്റെ മൊബൈൽ ആപ്പിലും ഡെസ്ക്ടോപ്പ് വെർഷനിലും സെയിം ഫീച്ചേഴ്സും സെയിം യൂസർ ഇൻ്റർഫേസും ആണ്. സോ ആദ്യം തന്നെ നിങ്ങൾ അപ്സ്റ്റോക്സ് പ്രോ എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അപ്സ്റ്റോക്സിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പിൻകോഡ് ചോദിക്കും. അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഇയർ ഓഫ് ബർത്ത് ആണ്. സോ അതും എൻ്റർ ചെയ്യുക. ഇതാണ് അപ്സ്റ്റോക്സിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അപ്സ്റ്റോക്സിൻ്റെ വാച്ച് ലിസ്റ്റിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്തൊരു വാച്ച് ലിസ്റ്റാണ്. അതിൻ്റെ പേര് വൺ ഫോളിയോ എന്നാണ്. ഇനി ഞാൻ പുതിയൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൽ ഞാൻ എം ഫോളിയോ എന്ന് പേരിടുകയാണ്. ഓക്കെ, ഞാനപ്പോൾ ഒരു പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോവാണ്. അതെന്ന് പറയുന്നത് ഫണ്ട്സ് ആണ്. ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് ബാലൻസ് ആണ് ഈ കാണിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് ആണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ഓപ്ഷൻസ് ഉണ്ട്: ഓള്, ഓപ്പണ്, കംപ്ലീറ്റ്. ഓൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ ഓർഡേഴ്സും അവിടെ കാണിക്കുന്നതായിരിക്കും. അതായത് പെൻഡിങ് ആയിട്ടുള്ള ഓർഡേഴ്സും കംപ്ലീറ്റ് ചെയ്ത ഓർഡേഴ്സും അതുപോലെ ക്യാൻസൽഡ് ആയിട്ടുള്ള ഓർഡേഴ്സും. ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സിൽ ഇനി എക്സിക്യൂട്ട് ആവാനുള്ള ഓർഡേഴ്സിനാണ് ഓപ്പൺ ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ കംപ്ലീറ്റ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സിൽ എക്സിക്യൂട്ട് ചെയ്ത ഓർഡേഴ്സിനാണ് കംപ്ലീറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട സ്റ്റോക്സിനെയും ഇൻഡിസസിനെയും എല്ലാം ആഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വാച്ച് ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ സ്റ്റോക്ക് ഇൻഡിസസിനെ മാത്രം ആഡ് ചെയ്യാം. അതുപോലെ വേറൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ മിഡ് ക്യാപ് കമ്പനീസിനെ മാത്രം ആഡ് ചെയ്യാം. അതുപോലെ അഗെയിൻ വേറൊരു വാച്ച് ലിസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ബ്ലൂ ചിപ്പ് കമ്പനീസിനെ മാത്രം ആഡ് ചെയ്യാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ആണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഓപ്ഷൻസ് ഉണ്ട്: പൊസിഷൻസും ഹോൾഡിങ്സും. ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷേ അതിൽ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് വരത്തില്ല. അത് നാളെ അവിടെ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ. പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻട്രാഡേ പൊസിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഇന്നൊരു 100 HDFC ബാങ്ക് വാങ്ങിക്കുകയാണെങ്കിൽ ആ പൊസിഷൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ ഞാനൊരു 100 ഇൻഫോസിസ് വാങ്ങിച്ചിട്ട് അത് ഇന്ന് തന്നെ വിൽക്കുകയാണെങ്കിൽ പൊസിഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഫോസിസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ക്വാണ്ടിറ്റി 0 ആയിരിക്കും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മോർ ആണ്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് റിലേറ്റഡ് കുറച്ച് ഇൻഫർമേഷൻ ആണ്. അതിൽ റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ അപ്സ്റ്റോക്സിലോട്ട് റെഫർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആ റെഫർ ആൻഡ് ഏണിൽ പോയിട്ട് അവരൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. അത് യൂസ് ചെയ്താൽ മതി. ഇനി നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് അലേർട്ട്സ് ആണ്. അടുത്തത് പ്രൈസ് അലേർട്ടാണ്. പ്രൈസ് അലേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോക്കിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന പ്രൈസിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു അലേർട്ട് കിട്ടണമെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇൻഫോസിസിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇപ്പം 600 റുപ്പീസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൈസ് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. 580 റുപ്പീസിൽ എത്തുവാണെങ്കിൽ നിങ്ങളെ അലേർട്ട് ചെയ്യണമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇൻഫോസിസിൻ്റെ പ്രൈസ് 580 റുപ്പീസിൽ എത്തുമ്പോഴത്തേക്ക് അപ്സ്റ്റോക്സിൻ്റെ ആപ്പ് നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഇനി മാർക്കറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഡിഫറൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഫൈനലി സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഈ അപ്സ്റ്റോക്സിൻ്റെ ആപ്പ് കസ്റ്റമൈസ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇനി ഞാൻ അപ്സ്റ്റോക്സിൻ്റെ ഒരു വാച്ച് ലിസ്റ്റിലോട്ട് എങ്ങനെയാണ് സ്റ്റോക്സ് ആഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് പോവുക. അവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ആഡ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന വാച്ച് ലിസ്റ്റ് ഏതാണോ അതിലോട്ട് ഇഷ്ടമുള്ള സ്റ്റോക്സും സെക്യൂരിറ്റീസും ആഡ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പം എൻ്റെ വാച്ച് ലിസ്റ്റിലോട്ട് കുറച്ച് സ്റ്റോക്സ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആഡ് ചെയ്യുന്ന സ്റ്റോക്ക് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. കാരണം നമ്മളൊരു കമ്പനിയുടെ പേര് എൻ്റർ ചെയ്യുമ്പം അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് ആണ് അവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് HDFC ബാങ്കിൻ്റെ NSEയുടെ കോട്ടായിരുന്നു ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ HDFC എന്ന് ടൈപ്പ് ചെയ്തിട്ടും എനിക്ക് ആവശ്യമുള്ള കോട്ട് അവിടെ വന്നിട്ടില്ല. സോ ഞാൻ HDFC B എന്ന് എൻ്റർ ചെയ്തപ്പോഴാണ് HDFC ബാങ്കിൻ്റെ NSEയുടെ കോട്ട് വന്നത്. അതുപോലെ നിങ്ങളൊരു സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് NSEയുടെ കോട്ടാണോ BSEയുടെ കോട്ടാണോ അതോ ആ സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആണോ ആഡ് ചെയ്യുന്നതെന്നുള്ളത് ചെക്ക് ചെയ്തോണം. ഓക്കെ, ഞാനിപ്പം ഇത്രയും സ്റ്റോക്സ് എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വാച്ച് ലിസ്റ്റ് സ്വിച്ച് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പിൽ എൻ്റെ വാച്ച് ലിസ്റ്റിൻ്റെ പേരായ വൺ ഫോളിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വാച്ച് ലിസ്റ്റും അവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിൽ ഞാനിപ്പം എം ഫോളിയോ സെലക്ട് ചെയ്യുകയാണ്. ഇനി എം ഫോളിയോ എന്ന് പറഞ്ഞ വാച്ച് ലിസ്റ്റിലോട്ടും ഞാൻ കുറച്ച് സ്റ്റോക്സ് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ വാച്ച് ലിസ്റ്റിലോട്ടും കുറച്ച് സ്റ്റോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആഡ് ചെയ്ത സ്റ്റോക്കിൽ ഏതെങ്കിലും എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഞാൻ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഫണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് പോവുകയാണ്. അവിടെ ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് എത്ര രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഒരു 25,000 റുപ്പീസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേയ്മെൻറ്റ് മോഡ് എന്ന് പറയുന്നത് UPI ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
UPI കൂടാതെ നെറ്റ് ബാങ്കിങ് ഓപ്ഷനും ഉണ്ട്. നമുക്ക് വലിയൊരു എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പം UPI സെലക്ട് ചെയ്തിട്ട് 25,000 റുപ്പീസ് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ അവൈലബിൾ ബാലൻസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്ഡ്രോ ഫണ്ട്സ് യൂസ് ചെയ്താൽ മതി. സോ ഇനി ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കുറച്ച് സ്റ്റോക്സ് വാങ്ങിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലെവൽ എന്ന് പറയുന്നത് 8,000 സംതിങ് ആണ്. ഇന്നൊരു നല്ല വോളറ്റൈൽ ഡേയും ആണ്, കാരണം നിഫ്റ്റി 168 പോയിൻറ്റ്സ് ഇപ്പം ഡൗണുമാണ്. നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ഏതൊരു സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിലോ വിൽക്കണമെങ്കിലോ ആ സ്റ്റോക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു പുതിയ വിൻഡോ വരും. അതിൽ ബൈ ഓപ്ഷനും സെൽ ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പം ബൈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് കൊട്ടാക് ബാങ്ക് ആണ്. അതിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1129 ആണ്. ഞാനിപ്പം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ട് ഞാനൊരു 1128 എന്ന് പറഞ്ഞൊരു പ്രൈസും സെറ്റ് ചെയ്യുകയാണ്. ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കുന്നത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇന്ന് തന്നെ ഇത് എക്സിറ്റ് ചെയ്യാനല്ല. അതുകൊണ്ട് ഞാൻ ഓർഡർ കോംപ്ലക്സിറ്റി സെലക്ട് ചെയ്തിരിക്കുന്നത് സിമ്പിളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ കൂടാതെ 3 ഓപ്ഷൻസ് കൂടെ ഉണ്ട്: CO, OCO, AMO. CO എന്ന് പറഞ്ഞാൽ കവർ ഓർഡർ, OCO എന്ന് പറഞ്ഞാൽ വൺ ക്യാൻസൽ അതർ, AMO എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ. ആ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡേ ട്രേഡറിനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ. അതുകൊണ്ട് ഞാൻ ആ ഓപ്ഷൻസിനെ പറ്റിയൊക്കെ എൻ്റെ അപ്കമിങ് എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഇനി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓർഡറാണ്. അതിനർത്ഥം ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ ഈ സ്റ്റോക്ക് എത്തുമ്പോൾ മാത്രമേ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന ഓർഡർ ടൈപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഓർഡർ പ്ലേസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കൊട്ടാക് ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 1128 അറൗണ്ട് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അത് 1129.8 ആയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ 1129.8 അറൗണ്ടിനായിരിക്കും ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. ഓർഡർ ടൈപ്സിൽ ലിമിറ്റ് ഓർഡറും മാർക്കറ്റ് ഓർഡറും കൂടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഓർഡറും ഉണ്ട്. അത് ഞാൻ എൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ അകത്ത് പറയുന്നതായിരിക്കും. ഇനി ഞാൻ ഈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. അതിന് ഞാൻ റിവ്യൂ ബൈ ഓർഡറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫൈനൽ കൺഫർമേഷൻ വരും. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്കും അതിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും ഓർഡർ ടൈപ്പ് എല്ലാം അതിൽ കാണിക്കും. അതിപ്പം ചെക്ക് ചെയ്തിട്ട് ബൈ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് എക്സിക്യൂട്ട് ആയിട്ടുമുണ്ട്. അതായത് സ്റ്റോക്ക് പ്രൈസ് താഴ്ന്നിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഇനി ഞാൻ ഇതുപോലെ തന്നെ അടുത്ത സ്റ്റോക്ക് വാങ്ങിക്കുകയാണ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് HDFC ബാങ്കിൻ്റെ സ്റ്റോക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും HDFC ബാങ്കിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 816 പോയിൻറ്റ് സംതിങ് ആണ്. അതിൻ്റെയും ഞാനൊരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 816 ആണ്. ഞാനിപ്പോൾ അത് കൺഫേം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ ഓർഡർ ഹിസ്റ്ററിയിൽ അത് ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുമുണ്ട്. അതായത് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ ഞാൻ ഇൻഫോസിസിൻ്റെ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണ്. അതും ഞാനൊരു ലിമിറ്റ് ഓർഡറാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം L&Tയുടെയും ഒരു സ്റ്റോക്ക് വാങ്ങിക്കുകയാണ്. പക്ഷേ ഞാൻ കൊടുക്കുന്ന ഓർഡർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓർഡർ അല്ല, മാർക്കറ്റ് ഓർഡറാണ്. അതായത് ഇപ്പോഴത്തെ L&Tയുടെ പ്രൈസ് എത്ര ആണെങ്കിലും ആ റേറ്റിൽ എനിക്ക് ആ ഷെയർ വേണമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർഡർ അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ 764.45 അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും HDFC ബാങ്കിൻ്റെ ഓർഡർ ഇപ്പോഴും ഓപ്പൺ ആണ്. ഞാനിപ്പം അത് മോഡിഫൈ ചെയ്യുകയാണ്. അത് 816 എന്നുള്ളത് 817 ആക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് അപ്പോൾ തന്നെ എക്സിക്യൂട്ടായി. കാരണം HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം 816.95 ഉള്ളൂ. സോ ലിമിറ്റ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് മാക്സിമം 817 ആവാനായിട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ ഓർഡർ ടൈപ്പ് മാർക്കറ്റ് ഓർഡർ ആക്കുമായിരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇപ്പം HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് ഇപ്പം 10 രൂപ കയറി 826 എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ 826 ആയിരുന്നേനെയും. അതായത് മാർക്കറ്റ് ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്ര ആണെങ്കിലും നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റി അത് മൊത്തം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടണമെന്നുള്ളതാണ്. ഇനി ഞാൻ അപ്സ്റ്റോക്സിലെ ഫണ്ട്സിൻ്റെ സെക്ഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ്. ഇനി എനിക്ക് എത്ര രൂപയ്ക്കും കൂടെ വാങ്ങിക്കാൻ പറ്റുമെന്ന് അറിയാനായിട്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 3,300 റുപ്പീസ് അറൗണ്ടേ ഉള്ളൂ. ബാക്കി എനിക്ക് 21,000 എനിക്ക് ഇനിയും യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോകണമെങ്കിൽ ഇന്ന് പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സ് എല്ലാം എനിക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇന്നത്തെ എൻ്റെ ട്രേഡിൻ്റെ ഒരു സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഞാനിപ്പം ഇന്ന് HDFC ബാങ്കിൻ്റെയും ഇൻഫോസിസിൻ്റെയും ലാർസൻ ആൻഡ് ടൂബ്രോയുടെയും കൊട്ടാക്കിൻ്റെയും ഓരോ ഷെയർസ് വീതം വാങ്ങിച്ചിട്ടുണ്ട്. സോ ആ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും MTM എന്ന് പറഞ്ഞൊരു ഫിഗർ. MTM എന്ന് പറഞ്ഞാൽ എൻ്റെ മാർക്ക് ടു മാർക്കാണ്. അതായത് ഞാനിപ്പം ഈ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ HDFC ബാങ്കിൻ്റെ MTM എന്ന് പറയുന്നത് 1.55 ആണ്. അതായത് ഞാൻ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് അത് 1 രൂപ 55 പൈസ കയറി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻഫോസിസ് ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അത് 1 രൂപ 25 പൈസ താന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ HDFC ബാങ്കിൻ്റെ 10 ഷെയർസ് ആയിരുന്നു വാങ്ങിച്ചിരുന്നെങ്കിൽ ഇവിടെ MTM എന്ന് പറയുന്നത് 1.55 ആയിരുന്നില്ല, 15.5 ആയിരുന്നേനെയും. ഇനി ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ MTM എന്ന് പറയുന്നത് -1.55 ആണ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന എല്ലാ സ്റ്റോക്കിൻ്റെയും ഒരു ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്.
ഈ MTM എന്ന് പറയുന്നത് അത് റിയൽ ടൈം ആണ്. അത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഫൈനലി നമ്മളുടെ ട്രേഡ് കഴിഞ്ഞെങ്കിൽ ഈ ആപ്പിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ സെക്ഷനിൽ പോയിട്ട് സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെയാണ് അപ്സ്റ്റോക്സിന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ അപ്സ്റ്റോക്സ് പ്രോ യൂസ് ചെയ്യേണ്ടത്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ ഉദ്ദേശിച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ എപ്പിസോഡിൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും അതുപോലെ അപ്സ്റ്റോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള അഡ്വാൻസ് ഓർഡേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ അപ്സ്റ്റോക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർഡർ ടൈപ്സിന്റെ ഒരു ഡീറ്റെയിൽ എപ്പിസോഡ് ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ, അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.